സ്വാഗതം. സയന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് ആരോട് ചോദിക്കുന്നത് ഇപ്പോൾ എന്ത് കാര്യമാണ് താങ്കൾ റിലീസ് ചെയ്യേണ്ടത്, എന്ത് എനർജിയാണ് റിലീസ് ചെയ്യേണ്ടത്, എന്ത് എനർജിയാണ് എംബ്രേസ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ഇമോഷനാണ് താങ്കൾ ഇപ്പോൾ തളച്ചിട്ടിരിക്കുന്നത്, അതിന് പകരം ഈ ഒരു ഇമോഷനിലേക്കാണ് താങ്കൾ പോകേണ്ടത്. അങ്ങനെ പോയാൽ താങ്കൾക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ള കാർഡാണ്. അപ്പോൾ എന്താണ് താങ്കളിപ്പോൾ തളച്ചിട്ടിരിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. ഈ കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മറ്റുള്ളവർ ഒരുപാട് സഹായിക്കണമെന്നും അവർക്ക് വഴികാട്ടിയാവണമെന്നും അതേപോലെ സേവ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പറ്റാതെ വരുമ്പോൾ പണത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ആരോഗ്യം എല്ലാം ചിന്തിച്ച് നമുക്കൊരു പ്രോഗ്രസ് ഇല്ല, നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, എന്നാണ് നമുക്കൊരു സ്വന്തം കാലം നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്ന ചിന്തകൾ, എസ്പെഷ്യലി മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് കുടുംബത്തിന് വേണ്ടിയൊക്കെ എന്നാ കൊടുക്കാൻ പറ്റുക, ഈ ഒരു ചിന്തകളാണ് താങ്കൾ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം എന്തിനാണ് നാം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാർഡുകളോട് ചോദിച്ചപ്പോൾ ഈ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത് പേജ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. നാം നമ്മുടെ അഭിനിവേശം, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് വരുമാനം കിട്ടാൻ ഉള്ള സാധ്യതകൾ, നമ്മൾ പൂർണ്ണമായിട്ടും ആഗ്രഹിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അതുമായിട്ട് നമ്മളൊരു ചെറിയൊരു റിസ്ക് എടുത്ത് അതിൽ ഫുൾ ഫോക്കസ് ആയി കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ പണം വരും. പണത്തിൽ ഫോക്കസ് ചെയ്താൽ പണം വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടുന്നുള്ളത് ഞാൻ കാർഡ് നോക്കി പറയാം. ഞാൻ പെട്ടെന്നൊരു ഉപദേശം പറഞ്ഞുപോയി. ഈ കാർഡ് പറയുന്നത് 7 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 7 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, നമുക്ക് വിജയം കിട്ടും. കാണാനറിയാൻ പറ്റും. ഒരുപാട് പടികൾ വരുമ്പോഴും വളരെ മനസ്സമാധാനത്തോടു കൂടി അവരുടെ ലോകത്ത് മാത്രം ഇരിക്കുന്ന ഒരു വനിതയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് ഈ സന്ദേശങ്ങൾ, ഇതിനെക്കുറിച്ച് താങ്കൾ ആലോചിക്കൂ, ഇങ്ങനെയാണോ എന്നിട്ട് നല്ലൊരു ജീവിതം നയിക്കൂ. വളരെ ഫോക്കസ് ചെയ്ത് അഭിനിവേശത്തോടുകൂടി ഇതിൽ ചെയ്ത് തീർച്ചയായിട്ടും താങ്കൾക്ക് സാധിക്കും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.